AD 1-ാം നൂറ്റാണ്ടിൽ പലസ്തീനിലെ യെരുശലേം പട്ടണത്തിൽ മുക്കുവരും അധകൃതരുമായിരുന്ന ഒരു പറ്റം യഹൂദ യുവാക്കൾ റോമാ സാമ്രാജ്യം തൂക്കിലേറ്റിയ ഒരു നസ്രത്തുകാരൻ യഹൂദ മരപ്പണിക്കാരന്റെ ആശയങ്ങൾ പേറി ആരംഭിച്ച ഒരു വിശ്വാസ സമൂഹം യെരുശലേമിന്റെയും പലസ്തീനിന്റെയും അതിരുകൾ ഭേദിച്ച് ഭാഷാ വംശ വരമ്പുകൾ ലംഘിച്ച് റോമാ സാമ്രാജ്യം മുഴുവൻ അത് വളരുന്നു. പിന്നീട് ലോകം മുഴുവൻ അത് പടർന്നു പന്തലിക്കുന്നു. ഭാഷാ വംശ വരമ്പുകൾക്കപ്പുറം ലോക ചരിത്രത്തെ തന്നെ വഴിതിരിച്ചു വിട്ടതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അധികാര തർക്കങ്ങളുടെയും വിശ്വാസ വ്യാഖ്യാനത്തിന്റെ വൈരുദ്ധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് പല സഭകളായി പിരിയുന്നു. കത്തോലിക്ക, ഓർത്തഡോക്സ്, ഓറിയന്റൽ ഓർത്തഡോക്സ്, ഇവാഞ്ചലിക്കൽ, ലൂഥറൻ തുടങ്ങിയ ആ സഭകൾ ഏതൊക്കെയാണ്? അതിന്റെ ഉത്ഭവം എങ്ങനെയാണ്? ആ ചരിത്രമെന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. യഹൂദ സമൂഹത്തിൽ നിന്ന് ഉടലെടുത്ത യഹൂദ പാരമ്പര്യത്തിൽ വേരൂന്നിയ യഹൂദ നവീകരണ പ്രസ്ഥാനമായിരുന്നു ശൈശവദശയിൽ ക്രൈസ്തവ സഭ. ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ജനമായ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വിമോചകനായ മശിഹ ജനിക്കുമെന്നുള്ളത് യഹൂദ വിശ്വാസമാണ്. അങ്ങനെ യഹൂദർ കാത്തിരുന്ന വിമോചകനായ മശിഹായാണ് നസ്രത്തുകാരൻ യേശു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ആദ്യ വർഷങ്ങളിൽ യഹൂദ മതത്തിൽ നിന്ന് വിഭിന്നമായ ഒരു സമൂഹമായല്ല, മറിച്ച് യഹൂദ മതത്തിന്റെ ഒരു പുതിയ വിഭാഗമായാണ് ക്രിസ്തുമതം വർത്തിച്ചത്. എന്നാൽ യഹൂദർ മനസ്സിലാക്കുന്ന യഹൂദരുടെ രാഷ്ട്രീയ വിമോചകനല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ വിമോചകനാണ് മശിഹ എന്നും അതിനാൽ തന്നെ മശിഹായുടെ ആരാധനയും സന്ദേശവും ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് എന്നും ക്രൈസ്തവർ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണശേഷം യഹൂദ മതത്തിന്റെ പുറത്തേക്ക് സഭ വളർന്നു. പൗലോസ്ലിഹ മുതലായ യഹൂദ ക്രൈസ്തവർ യഹൂദ മതത്തിന്റെ പുറത്ത് സഭയുടെ വക്താക്കളായി. ദേശവംശ ഭാഷകൾക്ക് അതീതമായ ഏകദൈവ വിശ്വാസവും സർവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹരക്ഷാ പദ്ധതിയും വിശ്വാസത്തിലും നന്മയിലും ജീവിക്കുന്ന ആർക്കും സ്വായത്തമാക്കാവുന്ന നിത്യതയും ഇവർ പ്രസംഗിച്ചു. ക്രിസ്തുവിന്റെ മരണത്തിനും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉയർപ്പിനും കേവലം 2-3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ യൂറോപ്പിലും മധ്യപൂർവ്വ ഏഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും സഭ വളർന്നു. വിവിധ ഭാഷാ വംശങ്ങൾ അടങ്ങുന്ന ഈ സഭ വംശാധിഷ്ഠിതമായ യഹൂദ മതത്തിൽ നിന്നും പൂർണ്ണമായി മാറി സാർവലൗകികമായ ആദ്യ മതപ്രസ്ഥാനമായി ഒരു പുതു വ്യക്തിത്വമുള്ള മതസമൂഹമായി മാറിയിരുന്നു. റോമാ സാമ്രാജ്യത്തിലെമ്പാടും സഭ വളരുമ്പോഴും റോമൻ അധികാരികൾ ശക്തമായി ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അനേകം ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി മാറി. എന്നാൽ AD 4-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇന്നത്തെ യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് അടങ്ങുന്ന റോമ സാമ്രാജ്യത്തെ ഏറ്റവും വലിയ മതവിഭാഗമായി ക്രൈസ്തവ സഭ മാറുന്നു. AD 313-ൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എഡിക്റ്റ് ഓഫ് മിലാനിലൂടെ അതുവരെ തുടർന്നിരുന്ന ക്രൈസ്തവ പീഡനം അവസാനിപ്പിച്ച് ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിലെ അംഗീകൃത മതമാക്കി. ചക്രവർത്തിയും കുടുംബവും ക്രിസ്തുമതം സ്വീകരിച്ചു. AD 380-ൽ എഡിക്റ്റ് ഓഫ് തെസലോനിക്കയിലൂടെ ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിലെ ഏക ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ സഭ അതീവ പ്രതാപമുള്ള റോമാ സാമ്രാജ്യത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക അധികാരങ്ങളുള്ള ശക്തി കേന്ദ്രമായി രൂപാന്തരപ്പെട്ടു. സഭാ മേലധികാരികൾ ശക്തരായ ഭരണകർത്താക്കളും സ്വാധീന ശക്തിയുള്ള അധികാര സ്ഥാനികളുമായി മാറി. അങ്ങനെ സഭയിൽ അധികാര തർക്കങ്ങളും പിടിവലികളും ആഗോളതലത്തിൽ രാഷ്ട്രീയ ഉദ്വേഗങ്ങളും ആരംഭിച്ചു. അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളായ റോം, അലക്സാന്ദ്രിയ, അന്ത്യോക്യ, സാമ്രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമായ കോൺസ്റ്റന്റിനോപ്പിൾ എന്നിവിടങ്ങളിലെ ബിഷപ്പുമാർ ആഗോള സഭയുടെ പൊതുപിതാക്കന്മാർ എന്ന രീതിയിൽ പാത്രിയർക്കീസ്മാർ എന്നറിയപ്പെട്ടു തുടങ്ങി. ക്രൈസ്തവ സഭയിലെ ആദ്യ പിളർപ്പുണ്ടാകുന്നത് AD 451-ലാണ്. പാത്രിയർക്കേറ്റുകൾ തമ്മിലുണ്ടായിരുന്ന അധികാര വടംവലികളുടെ പരസ്യമായ പ്രകടനമായി മാറി ഇന്നത്തെ തുർക്കിയിൽ കോൺസ്റ്റന്റിനോപ്പിളിനോട് ചേർന്ന് കിടക്കുന്ന കാൽസിഡോൺ എന്ന നഗരത്തിൽ നടന്ന ഈ സുൻഹദോസ്. പരമ്പരാഗത ക്രൈസ്തവ കേന്ദ്രമായ അലക്സാന്ദ്രിയയിലെ പാത്രിയർക്കീസും സാമ്രാജ്യത്തിലെ പുതിയ തലസ്ഥാനമായ കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് തമ്മിലുണ്ടായ തർക്കങ്ങളാണ് ഇങ്ങനെയൊരു ആഗോള സഭാ കൗൺസിലിലേക്ക് നയിച്ചത്. സഭാ ഭരണപരമായും
രാഷ്ട്രീയമായും നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പ്രഥമ ദൃഷ്ട്യ ഒരു ദൈവശാസ്ത്ര തർക്കപരിഹാരം എന്ന നിലയിലാണ് ഈ സുന്നഹദോസ് വിളിച്ചുകൂട്ടിയത്. യേശുക്രിസ്തു സാരാംശത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈ രണ്ടാളത്വങ്ങളും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള വാദം റോമൻ കോൺസ്റ്റന്റിനോപ്പിൾ പക്ഷം വാദിച്ചപ്പോൾ ക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും അഭിവാജ്യമാം വിധം ഒന്നായിരിക്കുന്നുവെന്ന് അലക്സാൻഡ്രിയൻ വിഭാഗവും വാദിച്ചു. അലക്സാൻഡ്രിയ പാത്രിയർക്കിസ് ദിയസ്കോറോസിനെ ഈ കൗൺസിലിൽ ആഗോള സഭയിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ കൗൺസിൽ അവസാനിച്ചു. ഈ തീരുമാനത്തിൽ കലഹിച്ച് അലക്സാൻഡ്രിയ അന്ത്യോക്യ പാത്രിയർക്കസന്മാരും അവരുടെ സുപ്രീമസി അംഗീകരിക്കുന്ന ബിഷപ്പുമാരും പൗരസ്ത്യ ദേശത്തെ സഭകളും റോം കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിയർക്കസ്മാരുടെ കീഴിലുള്ള പടിഞ്ഞാറൻ സഭയിൽ നിന്ന് പിരിയുന്നു. മയാഫിസൈറ്റ് അഥവാ നോൺ കാൽസിഡോണിയൻസ് എന്നറിയപ്പെടുന്ന സഭകളാണ് ഇവ. ഇന്ന് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നറിയപ്പെടുന്ന സഭകളും പടിഞ്ഞാറൻ സഭയുമായുള്ള പിളർപ്പുണ്ടാകുന്നത് ഇവിടെയാണ്. ഈജിപ്തിലെ അലക്സാൻഡ്രിയ ആസ്ഥാനമായുള്ള കോപ്റ്റിക് ഓർത്തഡോക്സ്, അന്ത്യോക്യ ആസ്ഥാനമായുള്ള സിറിയൻ ഓർത്തഡോക്സ് ഈ സഭയുമായുള്ള ബന്ധത്തിൽ മലങ്കര ഓർത്തഡോക്സ്, അർമീനിയൻ ഓർത്തഡോക്സ്, കോപ്റ്റിക് സഭയിൽ നിന്ന് പിന്നീട് സ്വതന്ത്ര സഭയായി മാറിയ എത്യോപ്യൻ ഓർത്തഡോക്സ് എന്നീ സഭാ വിഭാഗങ്ങളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സമൂഹത്തിൽ ഉള്ളത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടായി. സഭയിലെ ഈ പിളർപ്പ് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ ശക്തിയും ഐക്യവും ക്ഷയിപ്പിച്ചു. പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ അറബ് സസാനിഡ് അധിനിവേശ സമയത്ത് ക്രൈസ്തവ പൗരസ്ത്യ ദേശത്തെ വേണ്ടവിധം പ്രതിരോധിക്കാൻ ആകാതെ ക്രിസ്തുമതത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മധ്യപൂർവേഷ്യ അറബ് തുർക്കിക് ഭരണത്തിന് കീഴിലാകുന്നു. ഈജിപ്ത്, സിറിയ, പലസ്തീൻ, ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന തുർക്കിയും എല്ലാം ഇസ്ലാമിക് ഭരണത്തിന് കീഴിലാകുന്നു. AD 451 പിളർപ്പിന് ശേഷവും ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനറും യൂറോപ്പ് മുഴുവനും വ്യാപിച്ച് സഭ നിലനിന്നു. റോം ആസ്ഥാനമായി ലത്തീൻ ഭാഷാ പാരമ്പര്യത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ സഭ വളർന്നപ്പോൾ ഗ്രീസ്, ഏഷ്യ മൈനർ തുടങ്ങുന്ന ഈസ്റ്റേൺ യൂറോപ്പിൽ കോൺസ്റ്റന്റിനോപ്പിൾ ആസ്ഥാനമായി ഗ്രീക്ക് ബൈസന്റൈൻ പാരമ്പര്യത്തിൽ സഭ വളർന്നു വന്നു. പരസ്പരം പൂർണ്ണ ഐക്യത്തിലായിരുന്ന സഭയിൽ എന്നാൽ ലത്തീൻ പടിഞ്ഞാറും ഗ്രീക്ക് കിഴക്കുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നു. പടിഞ്ഞാറൻ യൂറോപ്പിൽ റോമാ സാമ്രാജ്യം തകർന്ന് പുതിയ രാജവംശങ്ങളും രാജ്യങ്ങളും ഉയർന്നു വന്നപ്പോൾ കിഴക്ക് ബൈസന്റൈൻ റോമാ സാമ്രാജ്യം നിലനിന്നു. ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും സഭയുടെ ഐക്യത്തെ ബാധിച്ചു. റോമിലെ ബിഷപ്പ് മാർപ്പാപ്പ എന്ന സ്ഥാനത്തിൽ ശക്തി പ്രാപിക്കുകയും റോമാ സാമ്രാജ്യത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന നിലയിലും പത്രോസ് പൗലോസ്ലിഹന്മാരുടെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും കണ്ട നഗരം എന്ന നിലയിലും ഇവിടുത്തെ പാത്രിയർക്കീസ് ശ്ലീഹന്മാരുടെ തലവൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പത്രോസ്ലിഹായുടെ സിംഹാസനത്തിൽ ആരൂഢനാണ് എന്നുള്ള വിശ്വാസം ലാറ്റിൻ സഭയിൽ ശക്തമായി. പരമ്പരാഗതമായ 4 പാത്രിയർക്കേറ്റുകളിൽ റോം എന്നും മുൻസ്ഥാനത്തായിരുന്നുവെന്നും ആഗോള ക്രൈസ്തവ സഭയുടെ സ്വാഭാവിക തലവൻ റോമിലെ ബിഷപ്പ് അഥവാ പോപ്പാണ് എന്നുള്ള വിശ്വാസം പടിഞ്ഞാറൻ സഭയിൽ ഉയർന്നു വന്നു. റോമാ സാമ്രാജ്യം തകർന്ന് പല രാജ്യങ്ങളായി പിളർന്ന പടിഞ്ഞാറൻ യൂറോപ്പിലെ സഭയ്ക്ക് രാജ്യാതിർത്തികൾക്ക് അതീതനായ കാതോലിക തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പ സ്ഥാനം വളർന്നു. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പായി കിഴക്കൻ യൂറോപ്പിൽ ബൈസന്റൈൻ സാമ്രാജ്യം ഏറെക്കുറെ ഒന്നായി തന്നെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിയർക്കീസ് സഭയിലെ മറ്റു മെത്രാന്മാരുടെ ഇടയിൽ സമന്മാരിൽ മുൻപൻ പ്രൈമുസ് ഇന്റർ പാരിസ് എന്ന നിലയിലാണ് മനസ്സിലാക്കിയിരുന്നത്. റോമിലെ മാർപ്പാപ്പയ്ക്ക് ആദ്യ നാൾ മുതൽ തന്നെ സഭയിൽ പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുമ്പോഴും കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിയർക്കീസിനും തലവനായ ഒരു ഭരണകർത്താവും നേതാവുമായി കിഴക്കൻ സഭ മനസ്സിലാക്കിയിരുന്നില്ല. ഇത്തരം തർക്കങ്ങൾ സഭയിൽ വർദ്ധിച്ചു വന്നു. പടിഞ്ഞാറൻ യൂറോപ്പ് താരതമ്യേന സമാധാനാന്തരീക്ഷത്തിൽ ആയിരുന്നപ്പോൾ വെസ്റ്റ് ഏഷ്യയിലെ തുർക്കിക് അധിനിവേശങ്ങളും തുടരെ നേരിടേണ്ടി വന്ന ഇസ്ലാമിക് ആക്രമണങ്ങളും കിഴക്കൻ സഭയെ തളർത്തി. കിഴക്കൻ സഭയെ സഹായിക്കുവാനായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ നടത്തിയ കുരിശ് യുദ്ധങ്ങൾ എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുവാനാണ് ഇടയാക്കിയത്. ആരാധനാ പാരമ്പര്യങ്ങളുടെ വ്യത്യാസവും ഇതിന് ആക്കം കൂട്ടി. വിശുദ്ധ കുർബാനയിൽ പുളിപ്പുള്ള അപ്പം കിഴക്ക് ഗ്രീക്ക് സഭ ഉപയോഗിക്കുമ്പോൾ പെസഹ പെരുന്നാളിന്റെ ഓർമ്മയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് പടിഞ്ഞാറൻ സഭ ഉപയോഗിച്ചിരുന്നത്. ചില ദൈവശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉടലെടുത്തു. ഇതിൽ പ്രധാനമാണ് ഫിലിയോക്കെ വിവാദം. ക്രൈസ്തവ സഭയിൽ AD 325 നിഖ്യയിൽ വെച്ച് നടന്ന ആഗോള ക്രൈസ്തവ സുന്നഹദോസിൽ വെച്ച് എഴുതപ്പെട്ടതാണ് നിഖ്യ വിശ്വാസ പ്രമാണം.
ക്രൈസ്തവ സഭയുടെ കാതലായ വിശ്വാസങ്ങളുടെ ക്രോഡീകരണമാണ് ഇത്. ഇതിലെ മൂന്നാം ഖണ്ഡികയിൽ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത് ആളത്വമായ പരിശുദ്ധ റൂഹായെ പറ്റിയുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ, പിതാവിനും പുത്രനുമൊപ്പം വന്ദിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും എന്നതാണ് പരമ്പരാഗത ഗ്രീക്ക് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലിയിരിക്കുന്നത്. ലത്തീൻ പരിഭാഷയിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ ആൻഡ് ഫ്രം ദ സൺ എന്നായിരുന്നു. 6-ാം നൂറ്റാണ്ട് മുതൽ പടിഞ്ഞാറൻ ലത്തീൻ സഭയിൽ പലയിടങ്ങളിലും ആൻഡ് ഫ്രം ദ സൺ, ഫിലോക്കെ എന്ന പ്രയോഗം കൂടെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. AD 1014 റോമിലെ ഔദ്യോഗിക ആരാധനാക്രമത്തിലേക്ക് ഫിലോക്കെ പ്രയോഗം ചേർത്തു. ഇത് സത്യവിശ്വാസത്തിന് എതിരാണെന്ന് കിഴക്കൻ ഗ്രീക്ക് വിഭാഗം വാദിച്ചു. പിതാവിനും പുത്രനുമായി തുല്യതയില്ലാത്ത ആളത്വമായി റൂഹായെ മനസ്സിലാക്കുമെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ തൃത്വത്തിന്റെ പൂർണ്ണ ഏകവും പൂർണ്ണ സമത്വവും കൂടുതൽ വെളിവാക്കുന്നതാണ് ഫിലോക്കെ എന്ന് ലത്തീൻ വിഭാഗവും വാദിച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള പിളർപ്പിലേക്കുള്ള യാത്രയുടെ ആക്കം കൂട്ടുന്നതായിരുന്നു ഈ വിവാദം. ലത്തീൻ പടിഞ്ഞാറും ഗ്രീക്ക് കിഴക്കുമായി ഔദ്യോഗിക പിളർപ്പുണ്ടാകുന്നത് 1054 1053 കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് മിഖായൽ ഒന്നാമൻ കോൺസ്റ്റന്റിനോപ്പിളിലെ ലത്തീൻ പള്ളികൾ അടച്ചുപൂട്ടുന്നു. ഇതിൽ പ്രക്ഷുബ്ധനായ റോമിലെ മാർപ്പാപ്പ ലിയോ 9 കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. ലത്തീൻ പാരമ്പര്യങ്ങളെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും സഭയുടെ ഹൈറാർക്കിയിൽ റോമൻ മാർപ്പാപ്പയുടെ പ്രഥമ സ്ഥാനവും അധികാരവും അംഗീകരിക്കണമെന്നും പാത്രിയർക്കീസിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയായിരുന്നു ഈ പ്രതിനിധി സംഘം അയക്കപ്പെട്ടത്. ഈ ആവശ്യങ്ങളെല്ലാം പാത്രിയർക്കീസ് തള്ളി. ഇതിന് മറുപടിയായി സംഘത്തിന്റെ തലവൻ കർദിനാൾ ഹംബർട്ട് മാർപ്പാപ്പയുടെ സ്ഥാനപതി എന്ന നിലയിൽ മിഖായൽ 1 പാത്രിയർക്കീസിനെ മുടക്കി. ഇതിന് മറുപടിയായി മിഖായൽ 1 പാത്രിയർക്കീസ് കർദിനാൾ ഹംബർട്ടിനെയും മുടക്കി. പാത്രിയർക്കീസും മാർപ്പാപ്പയും ഔദ്യോഗികമായി പരസ്പരം മുടക്കിയില്ല എങ്കിലും ലത്തീൻ സഭയും ഗ്രീക്ക് സഭയുമായുള്ള കൗദാശികമായ ബന്ധം അവസാനിക്കുകയും ഇരു സഭകളും ഭരണപരമായ ഐക്യം നഷ്ടപ്പെട്ട് രണ്ടായി പിരിയുകയും ചെയ്തു. യൂറോപ്പിന്റെയും ലോകത്തിന്റെയും ചരിത്രഗതി മാറ്റിമറിച്ച ഈ സംഭവം ദ ഗ്രേറ്റ് സ്കീസം എന്നറിയപ്പെടുന്നു. ഗ്രേറ്റ് സ്കീസത്തിന് ശേഷം പാശ്ചാത്യ സഭ റോമൻ കത്തോലിക്ക സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. കിഴക്കൻ സഭ കുസ്തന്തീനോസ് പാത്രിയർക്കീസിന്റെ കീഴിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ എന്ന് അറിയപ്പെട്ടു. എന്നാൽ റോമൻ കത്തോലിക്ക സഭ പോപ്പിന്റെ അധികാരത്തിന് കീഴിൽ ഏകീകൃത സഭയായി നിലനിന്നു. കിഴക്കൻ സഭകൾ എന്നാൽ അതാത് രാജ്യത്തെ ദേശീയ സഭകളായി ഭരണപരമായി പിരിഞ്ഞ് തദ്ദേശീയ സഭകളായി മാറി. സെർബിയൻ, റഷ്യൻ, ഗ്രീക്ക്, റുമേനിയൻ എന്നിങ്ങനെ തദ്ദേശീയ പാത്രിയർക്കീസ്മാർക്ക് കീഴിൽ ഭരണപരമായി സ്വതന്ത്രരായി നിലകൊള്ളുന്നു. കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിയർക്കീസ് ഈ സ്വതന്ത്ര സഭകളുടെ എല്ലാം പൊതുപിതാവായി അറിയപ്പെടുന്നു. എക്യൂമെനിക്കൽ പാട്രിയാർക്ക് എന്നാണ് ഇന്ന് ഈ സ്ഥാനം അറിയപ്പെടുന്നത്. ഭരണപരമായി സ്വതന്ത്ര സഭകൾ ആണെങ്കിലും കിഴക്കൻ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ പൂർണ്ണ കൗദാശിക ബന്ധം നിലനിൽക്കുകയും കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിയർക്കീസിനെ സമന്മാരിൽ മുമ്പൻ പ്രൈമുസ് ഇന്റർ പാരിസ് എന്ന നിലയിൽ പൊതുപിതാവായി അംഗീകരിക്കുകയും ചെയ്യുന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുടെ കീഴിലും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലും നിലനിന്നു. റോമൻ കത്തോലിക്ക സഭ ഭരണപരമായും ആരാധനാപരമായും റോമൻ പാത്രിയർക്കീസായ മാർപ്പാപ്പയുടെ കീഴിൽ നിലകൊണ്ടു. മാർപ്പാപ്പ എന്നത് ദൃശ്യസഭയുടെ തലവനും ഭൂമിയിൽ ക്രിസ്തുവിന്റെ വികാരിയും ദേശ ഭാഷാന്തരങ്ങൾക്ക് അതീതനായ സഭയുടെ ഏക തലവനും സഭയുടെ ഐക്യത്തിന്റെ പ്രതീകവുമായി കത്തോലിക്ക സഭ ബഹുമാനിക്കുന്നു. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ അടുത്ത വലിയ പിളർപ്പുണ്ടാകുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. പാശ്ചാത്യ ക്രൈസ്തവ സഭയിലുണ്ടായ ഈ പിളർപ്പ് പിന്നീട് മറ്റ് സഭകളിലേക്കും അതിന്റെ പ്രഭാവം പടർത്തി. മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഒരുപോലെ ആത്മീയ ശോഷണത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും കാലഘട്ടമായിരുന്നു. അച്ചടിയുടെ കണ്ടുപിടുത്തം മൂലം ബൈബിളും മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങളും സാധാരണ ജനങ്ങൾക്കിടയിൽ ലഭ്യമായി തുടങ്ങി. അൽമാരുടെ ഇടയിൽ ഭവനങ്ങളിലും വ്യക്തിപരമായും ആത്മീയത വളർന്നു വന്നു. എന്നാൽ ഈ കാലയളവിൽ തന്നെ കിഴക്ക് പൗരസ്ത്യ സഭകൾ ഇസ്ലാമിക് ഭരണത്തിന് കീഴിൽ ആയിയെങ്കിലും റോമൻ കത്തോലിക്ക സഭ പാശ്ചാത്യ യൂറോപ്പിൽ ഏക സഭയായി നിലനിന്നു. യൂറോപ്പിന്റെ രാഷ്ട്രീയത്തിൽ സഭയും നേതാക്കളും സുപ്രധാനമായ പങ്ക് വഹിച്ചു. പല രാജ്യങ്ങളും രാജവംശങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും
യൂറോപ്പ് മുഴുവൻ പടരുന്ന ഒരു ശക്തിയായി സഭ മാറി. മാർപ്പാപ്പ സ്ഥാനം രാജാക്കന്മാർക്ക് മുകളിലുള്ള ഒരു ആത്മീയ അധികാര സ്ഥാനമായി മാറി. യൂറോപ്പിന്റെ അനൗദ്യോഗിക അധികാര സ്ഥിരാകേന്ദ്രമായി റോം മാറി. ഇതിൽ പല രാജാക്കന്മാരും അസംതൃപ്തരായി. എന്നാൽ ഈ കാലയളവിൽ തന്നെ അഴിമതിയിൽ കുളിച്ച പല സഭാസ്ഥാനികളും ഉയർന്നു വന്നു. സഭയുടെ ആദിമ ശുദ്ധിയിലേക്കും നൈർമല്യത്തിലേക്കും സഭ മടങ്ങിപ്പോകണം എന്ന ആവശ്യം പലയിടങ്ങളിലും ശക്തമായി. ഇത്തരം നവീകരണ ആശയങ്ങളും പ്രവർത്തനങ്ങളും ജോൺ വൈക്ലിഫ് പോലുള്ളവർ നേതൃത്വത്തിൽ നടന്നുവെങ്കിലും സുപ്രധാന സഭാ പിളർപ്പിലേക്കും ആഗോള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും വിധം നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1517 ജർമ്മനിയിലെ കത്തോലിക്ക വൈദികനായിരുന്ന മാർട്ടിൻ ലൂതറിൽ നിന്നുമാണ്. വത്തിക്കാൻ ബസിലിക്കയുടെ നിർമ്മാണം നടന്നിരുന്ന ആ കാലത്ത് വത്തിക്കാൻ ബസിലിക്കയുടെ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം മാർപ്പാപ്പ നൽകുമെന്ന് അന്നത്തെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇതും ഇത്തരത്തിലുള്ള ഭക്തി പ്രകടനങ്ങൾ വഴി അധികാര ധനസമാഹരണം നടത്തുന്നതിനെതിരെയായിരുന്നു പ്രാഥമികമായും മാർട്ടിൻ ലൂതറിന്റെ പ്രവർത്തനങ്ങൾ. പരമ്പരാഗത സഭകളുടെ ആചാരപരിധിയിൽ മാത്രമുള്ള ശ്രദ്ധയും പൗരോഹിത്യത്തിന്റെ മൂല്യച്യുതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1517 ഒക്ടോബർ 31 വിറ്റൻബർഗിലെ സകല വിശുദ്ധരുടെ പള്ളിയുടെ മുമ്പിൽ സഭാ നവീകരണത്തെ പറ്റിയുള്ള തന്റെ 95 തീസിസുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ രത്നചുരുക്കം 3 വാക്യങ്ങളിൽ കാണാം. സോള സ്ക്രിപ്ച്വ, സ്ക്രിപ്ചർ എലോൺ; സോള ഫിദ, ഫെയ്ത്ത് എലോൺ; സോള ഗ്രാറ്റ്സിയ, ഗ്രേസ് എലോൺ. ക്രിസ്ത്യൻ വിശ്വാസത്തിന് അടിസ്ഥാനം ബൈബിൾ മാത്രമാണ്, സഭാസ്ഥാനികളല്ല. നിത്യരക്ഷ കൈവശമാകുന്നത് വിശ്വാസം വഴിയാണ്, ഭക്ത്യാഭ്യാസങ്ങൾ വഴിയല്ല. ദൈവം നമ്മെ രക്ഷിക്കുന്നത് അവന്റെ കരുണ മൂലമാണ്, മനുഷ്യപ്രവൃത്തി മൂലമല്ല. എന്നാൽ ഈ പഠിപ്പിക്കലുകൾ പരമ്പരാഗത സഭാവൃത്തങ്ങൾക്ക് അംഗീകരിക്കാനായില്ല. 1521 മാർട്ടിൻ ലൂതറിനെ മാർപ്പാപ്പ സഭയിൽ നിന്നും പുറത്താക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായവർ സഭയിൽ നിന്ന് പിരിഞ്ഞ് നവീകരണ സഭയിൽ ചേർന്നു. ലൂതറിന്റെ പിൻഗാമികൾ ലൂതറൻ സഭയായപ്പോൾ കാൽവിനിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അനാബാപ്റ്റിസ്റ്റ് പോലുള്ള സഭകൾ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിതമായി. പശ്ചിമ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജർമ്മനി, ഇംഗ്ലണ്ട്, സ്വീഡൻ, നെതർലൻഡ്സ് പോലുള്ള വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ നവീകരണ സഭയുടെ ഭാഗമായി. കത്തോലിക്ക സഭയോട് പ്രൊട്ടസ്റ്റ് ചെയ്തവർ എന്ന നിലയിൽ പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് ഇവർ അറിയപ്പെട്ടു. ആദ്യം കത്തോലിക്ക സഭയിലാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ തുടങ്ങിയത് എങ്കിലും കാലക്രമേണ മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് സഭകളിലും പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നടന്നു. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഏകീകൃത ആഗോള ഹൈറാർക്കിയിലുള്ള സഭകളല്ല. കാലദേശങ്ങൾക്ക് അനുസൃതമായി ലൂതറൻസ്, ബാപ്റ്റിസ്റ്റ്, എപ്പിസ്കോപ്പേലിയൻസ്, കേരളത്തിലെ മർത്തോമ സഭ പോലെ വൈവിധ്യങ്ങളായ സഭാ സമൂഹങ്ങളായി നിലകൊള്ളുന്നു. ദൈവമാതാവിനോടും വിശുദ്ധന്മാരോടുമുള്ള വണക്കം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവ ഇല്ല എന്നതാണ് ഈ സഭാ സമൂഹങ്ങളുടെ പ്രത്യേകത. എന്നാൽ ആരാധനാ രീതികളിൽ സഭകൾക്ക് വൈവിധ്യമുണ്ട്. ആംഗ്ലിക്കൻ, എപ്പിസ്കോപ്പേലിയൻ, മർത്തോമ സഭകളെല്ലാം പരമ്പരാഗത സഭകളുടെ ലിറ്റർജി നവീകൃതമായി പിന്തുടരുമ്പോൾ ബാപ്റ്റിസ്റ്റ്, ഇവാഞ്ചലിക്കൽ സഭാ സമൂഹങ്ങൾ പരമ്പരാഗത ലിറ്റർജിക്കൽ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നില്ല. ക്രൈസ്തവ സഭയിലെ അവസാന വലിയ പിളർപ്പായിരുന്നു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ക്രൈസ്തവ സഭ ഇന്ന് പ്രധാനമായും 4 വിഭാഗങ്ങളായി നിലകൊള്ളുന്നു. കാൽസിഡോൺ സുന്നഹദോസിൽ ഏകസഭയിലുണ്ടായ പിളർപ്പിൽ രൂപീകൃതമായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ, കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ഇതിൽപ്പെടും. AD 11 നൂറ്റാണ്ടിലെ പിളർപ്പിലുണ്ടായ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, റഷ്യൻ, ഗ്രീക്ക്, സെർബിയൻ ഓർത്തഡോക്സ് സഭകൾ, റോമിലെ മാർപ്പാപ്പയുടെ കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭ, കത്തോലിക്ക സഭയുടെ കീഴിൽ ലത്തീൻ ആരാധനാ പാരമ്പര്യത്തിലുള്ള ലത്തീൻ റൈറ്റും, ഓറിയന്റൽ ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് പിരിഞ്ഞ് മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന എന്നാൽ അവരുടെ തനത് ഓറിയന്റൽ ഈസ്റ്റേൺ പാരമ്പര്യങ്ങൾ തുടരുന്ന ഈസ്റ്റേൺ റൈറ്റ് സഭകളും, കേരളത്തിലെ സിറോ മലബാർ, സിറോ മലങ്കര സഭകൾ ഇത്തരത്തിലുള്ള കത്തോലിക്ക സഭയ്ക്ക് കീഴിലെ സ്വയംഭരണാവകാശമുള്ള ഈസ്റ്റേൺ റൈറ്റ് സഭകളാണ്. ലോകത്തിൽ 2 ബില്യണോളം അംഗസംഖ്യയുള്ള ലോക ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഏറ്റവും വലിയ സഭ റോമൻ കത്തോലിക്ക സഭയാണ്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസ ശാഖയിലെ അതിവൈവിധ്യമാർന്ന സഭകളാണ് പിന്നീടുള്ളവ. ലൂതറൻ, ബാപ്റ്റിസ്റ്റ്, ഇവാഞ്ചലിസ്റ്റ്, ആംഗ്ലിക്കൻ തുടങ്ങി അനേകം സഭകൾ ഇതിൽപ്പെടും. ലോകത്തിലെ 2ാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗം ഇതാണെങ്കിലും കത്തോലിക്ക സഭയെ പോലെ ഏകീകൃത സഭാ നേതൃത്വമോ
തിയോളജിയോ ആരാധനാ രീതിയോ ഇവർക്കില്ല. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും തൃത്വവിശ്വാസത്തിലും ക്രിസ്തു ദർശനത്തിലും ലോക ക്രൈസ്തവ സമൂഹം വിശ്വാസത്തിൽ ഒന്നാണ്. നൂറ്റാണ്ടുകളായുള്ള പിളർപ്പുകളും വിഭജനങ്ങളും സഭാഗാത്രത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സഭകൾ തമ്മിലുള്ള സഹകരണവും പുനരൈക്യവും ചർച്ച ചെയ്യുവാനായി എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളും സഭാ ഐക്യ ചർച്ചകളും സംവാദങ്ങളും ശക്തിയാർജിച്ചു വരുന്നു. സഭകൾ തമ്മിലുള്ള അകൽച്ചകളുടെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുരുകുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി ലോകമെങ്ങും കാണാനാവുന്നത്. സ്നേഹവും ക്ഷമയും സമാധാനവും ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തുനാഥന്റെ നാമമേന്തുന്ന ക്രൈസ്തവ സമൂഹം ആ മഹത്തായ ക്രിസ്തു ദർശനത്തിൽ അടിയുറച്ച് പരസ്പര സഹകരണത്തിന്റെയും ആത്മീയ ഐക്യത്തിന്റെയും പാതയിലേക്ക് തിരികെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.